ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന മെല്ലെ പോക്ക് സമീപനം അവസാനിപ്പിക്കണമെന്ന് PDP. അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് 3 ആഴ്ച പിന്നിട്ടു. എന്നിട്ടും ഇത് പുനഃസ്ഥാപിക്കാനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതുമൂലം ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള മെല്ലെപ്പോക്ക് സമീപനം തിരുത്തണം. അല്ലാത്തപക്ഷം റോഡ് ഉപരോധനമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ടൗണിലെ റോഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. ഇതിനും ആവശ്യമായ നടപടികൾ വേണമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രശ്നം സംഭവിച്ച ശേഷം 3 ആഴ്ചകൾ പിന്നിട്ടു. ഇതുവരെയായിട്ടും അത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്ക് ശേഷം പാലം പരിശോധിച്ച ഉദ്യോഗസ്ഥർ അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ അതിന്റെ കൈവരി തകർന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പട്ടാമ്പിയിലൂടെ കടന്നു വരുന്നത്. ഇപ്പൊ ഇതുവഴി ഈ ഒരു വരിയായിട്ട് കടത്തിവിടുന്നത് മൂലം തന്നെ കിലോമീറ്ററുകൾ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് പട്ടാമ്പിയിൽ കാണാനുള്ളത്. ഗതാഗതത്തിലേക്ക് അതിരൂക്ഷമാണ്. ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ, അതുപോലെ തന്നെ കോളേജുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വർക്കും പോലെ ഇതിനെ കാണാതെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. പട്ടാമ്പിയിലെ ഗുരുവായൂർ, കൂറ്റനാട് ഭാഗത്ത്, തൃത്താല ഭാഗത്തൊക്കെ പട്ടാമ്പിക്കാർക്ക് കടന്നു പോകുന്ന ഒരു ഏക വഴിയാണ് ഈ പാലം. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ബഷീർ പട്ടാമ്പി, അബൂബക്കർ പൂതാനയിൽ, മുത്തുമൗലവി തുടങ്ങിയവർ പങ്കെടുത്തു.